ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത് ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരുന്നതിന് വേണ്ടിയാണ്. നാം ഇവർക്കും അറിയാവുന്ന പോലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് PMLA കോടതിയിൽ പരിഗണിച്ചു. അതിൻ്റെ വാദങ്ങളെല്ലാം ഇന്ന് പൂർത്തിയായി. അപ്പോൾ ബഹുമാനപ്പെട്ട PMLA കോടതി, എറണാകുളത്താണ് PMLA കോടതി ഇതിൻ്റെ വിധി പറയുന്നതിന് വേണ്ടി, ജാമ്യാപേക്ഷയുടെ വിധി പറയുന്നതിന് വേണ്ടി ജൂലൈ 23-നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ജൂലൈ 23-ന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി പറയുന്നതാണ്. അപ്പോൾ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, അദ്ദേഹത്തിന് ജാമ്യം കിട്ടട്ടെ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ നേരത്തെ സെഷനിൽ അപ്ഡേറ്റ് ചെയ്ത പോലെ അടുത്ത ആഴ്ച പല കേസുകൾ ഹൈക്കോർട്ടിലായാലും അതുപോലെ ബഡ്സിൻ്റെ ഡെസിഗ്നേറ്റഡ് കോർട്ടിലാണെങ്കിലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ച് പല കേസുകളുടെയും വാദങ്ങൾ അടുത്ത ആഴ്ച ഇരിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിനും ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഉണ്ടാകട്ടെ. ഇപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ എടുക്കുകയും അദ്ദേഹത്തിന് ജാമ്യം കിട്ടട്ടെ എന്നുള്ള ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സെഷനിൽ വന്നത്. അതുപോലെ തന്നെ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് എനിക്ക് വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പല കാര്യങ്ങളും ഒരു വളരെ ക്രൂഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ സെഷൻ്റെ താഴെ തന്നെ പല എനിക്കറിയത്തില്ല, അവർ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സാണോ അതോ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ വന്ന് വെറുതെ അനാവശ്യമായിട്ട് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മെസ്സേജസ് താഴെ രേഖപ്പെടുത്തുന്നതാണോ എന്നുള്ളത് അറിയത്തില്ല. ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാരണം അടുത്ത ആഴ്ച കുറേ കാര്യങ്ങൾ നടക്കാനിരിക്കുകയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ച് കോടതിയിൽ. ഇപ്പോൾ ഹൈക്കോർട്ടിലാണെങ്കിലും ഡെസിഗ്നേറ്റഡ് കോർട്ടിലാണെങ്കിലും അതുപോലെ ഇപ്പോൾ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിധി പറയുന്നതിന് വേണ്ടിയാണെങ്കിലും അങ്ങനെ വാദങ്ങളും വിധിയും ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇപ്പോൾ ജാമ്യാപേക്ഷയുമായിട്ടുള്ള വിധി, അത് ജൂലൈ 23-നാണ്. അപ്പോൾ ജൂലൈ 23-ന് ജാമ്യാപേക്ഷയുമായിട്ടുള്ള വിധിയുണ്ട്. അതുപോലെ തന്നെ ബഡ്സ് ആക്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ അതിൻ്റെ വാദങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജൂലൈ 23-ന്. പിന്നെ അതുപോലെ തന്നെ ജൂലൈ 24-ന് നാം ഇവർക്കും അറിയാവുന്ന പോലെ ഹൈക്കോർട്ടിൽ ബഡ്സ് ആക്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും അറ്റാച്ച്മെന്റ് ചെയ്ത പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് വീണ്ടും ചെയ്ത പ്രോപ്പർട്ടീസും അതുപോലെ ബാങ്ക് അക്കൗണ്ട്സും വീണ്ടും അറ്റാച്ച് ചെയ്ത നടപടിക്കെതിരെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പെറ്റീഷനായിട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാദങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ടാകും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറും അതിനുവേണ്ടിയുള്ള റെസ്പോൺസ്, എന്തുകൊണ്ട് അവരത് ചെയ്തു അതിനുള്ള റെസ്പോൺസും ബുധനാഴ്ചയ്ക്ക് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വരുന്നത് ജൂലൈ 25-നാണ്. ജൂലൈ 25-ന് നാം ഇവർക്കറിയാവുന്ന പോലെ തന്നെ CBI ഇപ്പോൾ കേസ് മാറിയിരിക്കുന്നതുകൊണ്ട് സമാന്തര അന്വേഷണങ്ങളുമായിട്ടുള്ള പോലീസ് സമാന്തര അന്വേഷണങ്ങൾ പാടില്ല എന്നുള്ള ഒരു പെറ്റീഷനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത വീക്ക് വളരെ നിർണായകം ആണെന്നുള്ള ഒരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്. എന്തായാലും വരും ആഴ്ചയിൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഒരിക്കൽ കൂടി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നുള്ള മെസ്സേജ് തന്നെയാണ് എനിക്ക് കൺവേ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരും വഴി നമുക്കറിയാം. ഓക്കെ, സോ ഇതെല്ലാം ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ സെഷനിൽ വന്നത്. സോ ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്.